മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടണമെന്ന മോഹം. അത് പ്രതീക്ഷിക്കാത്ത മനുഷ്യൻ ആരും തന്നെയില്ല. ഞാനെന്ന വ്യക്തി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അംഗീകരിച്ചില്ല എന്ന തോന്നൽ നമ്മെ വളരെയധികം ദുഃഖത്തിലാഴ്ത്താറുണ്ട്. എന്നാൽ ഈശോ കാണിച്ചു തരുന്ന മാതൃക വ്യത്യസ്തമാണ്. അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴും പറഞ്ഞത് നിങ്ങളിതാരോടും പോയി പറയരുത് എന്നാണ്. ക്ലബ് ഓഫ് ഇംഗ്ലണ്ടിന്റെ ടീമിലെ ഒരു കളിക്കാരൻ വളരെ നന്നായി ഗോളടിച്ചു. ഹരം കയറിയ അണികൾ സ്റ്റേഡിയത്തിലിറങ്ങി ഗോളടിച്ചവനെ പൊക്കിക്കൊണ്ട് നടന്നു. അവസാനം ആവേശത്തിമർപ്പിൽ മുകളിലേക്ക് പൊക്കിയെറിഞ്ഞു. എന്നാൽ താഴെ വീണപ്പോൾ പിടിക്കാൻ ആരുമില്ലായിരുന്നു. കാലൊടിഞ്ഞ് അദ്ദേഹം കിടപ്പിലായി. ലോകത്തിന്റെ അംഗീകാരം ഇതുപോലെയാണ്. ഓശാന പാടിയവർ തന്നെ കുരിശിലും തറച്ചു എന്നതാണ് വാസ്തവം. ഈശോ കാണിച്ചു തരുന്നത് ചെയ്യാനുള്ളത് ചെയ്ത് കടന്നു പോവുക, അംഗീകാരം പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. മനുഷ്യൻ താൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അംഗീകരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം എന്നാഗ്രഹിക്കാറുണ്ട്. ദൈവം എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന ബോധ്യമുണ്ടായാൽ സ്വയം അംഗീകരിക്കാൻ നമുക്ക് പറ്റും. മറ്റൊന്ന്, എല്ലാവരും വ്യത്യസ്തരാണെന്ന തിരിച്ചറിവ് മറ്റുള്ളവരെ അംഗീകരിക്കാനും നമ്മെ സഹായിക്കും. സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ദൈവമാണ് ആദ്യം നമ്മെ അംഗീകരിക്കുന്നത്. നമ്മെ മകനും മകളുമാക്കി തീർത്തതാണ് ഏറ്റവും വലിയ അംഗീകാരം. You are listening to Heavenly Voice from Caris Youth.